Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണേ മക്കളെ. സോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിതാ 5 മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ പോവുകയാണ്. അതും 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. സോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ എന്തായാലും എന്ത് ചെയ്യണം, മിസ് ചെയ്യാതെ കാണണം. 5 മാർക്ക് അനായാസം നമ്മൾ ഉറപ്പിക്കും. ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന പരീക്ഷകളിൽ ഈ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, തെറ്റിക്കില്ല. അപ്പം നമ്മുടെ 8ാം ക്ലാസ് CBSE ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്റർ വളരെ രസകരമായൊരു ചാപ്റ്ററാണ്, മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നമുക്ക് ഒട്ടും സമയം നമുക്ക് കളയാനില്ല, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം. എന്താ ചോദ്യം? വായിച്ചേ. പോളിയോ ഡ്രോപ്സ് ആർ നോട്ട് ഗിവൺ ടു ചിൽഡ്രൻ സഫറിങ് ഫ്രം ഡയേറിയ. അപ്പം ഡയേറിയ ബാധിച്ച കുട്ടിക്ക് നമ്മൾ പോളിയോ തുള്ളി മരുന്ന് നൽകിയിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ട്? സോ നിങ്ങൾക്കറിയാം, ഡയേറിയ ബാധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബവൽ മൂവ്മെൻറ്റ് അല്ലേ, ലൂസ് മോഷൻ ഉണ്ടാവും. എന്ത് ഭക്ഷണം കഴിച്ചാലും അതെന്ത് ചെയ്യും, അത് ഫീക്കൽ മാറ്ററായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് ലൂസ് മോഷനിലൂടെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോളിയോ തുള്ളി മരുന്ന് നൽകിയാലും ഈ പോളിയോ തുള്ളി മരുന്ന് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യപ്പെടില്ല. കാരണം ഇത് അബ്സോർബ് ചെയ്തെങ്കിലല്ലേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് വിസർജ്യ വസ്തുവായി അല്ലെങ്കിൽ നമുക്കറിയാം എക്സ്ക്രീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നഷ്ടപ്പെടുത്തും. അല്ലെ ഡെഫിക്കേഷനിലൂടെ എന്ത് ചെയ്യും, ഇത് നഷ്ടപ്പെടും. അതുകൊണ്ട് കാര്യമില്ല. അതിന് ആൻസർ നോക്കാം. പോളിയോ ഡ്രോപ്സ് ആർ നോട്ട് അഡ്മിനിസ്റ്റേർഡ് ടു ചിൽഡ്രൻ ഹൂ ഹാവ് ഡയറിയ ആസ് ഇറ്റ് ഈസ് എൻ ഓറൽ വാക്സിനേഷൻ. പോളിയോ തുള്ളി മരുന്ന് ഓറലി കൊടുക്കുന്നതാണ്, വായിലൂടെ കൊടുക്കുന്നതാണ് അല്ലേ. മറ്റു വാക്സിൻസ് നമ്മൾ പിന്നെ ഇഞ്ചക്ഷനിലൂടെ ഒക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോളിയോ തുള്ളി മരുന്ന് നമ്മൾ ഓറലി കൊടുക്കുന്നതാണ്. ഇറ്റ് വിൽ നോട്ട് ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ആൻഡ് റിമൂവ്ഡ് ഔട്ട്. അപ്പോൾ ഡയറിയ ഉള്ളൊരു സാഹചര്യത്തിൽ ആ പോളിയോ തുള്ളി മരുന്ന് നമ്മൾ വായിലൂടെ കൊടുത്താലും അത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യപ്പെടുന്നു. ആസ് എ റിസൾട്ട് വാക്സിൻസ് എഫക്റ്റീവ്നെസ് ഇൻ കൊമ്പാക്റ്റിംഗ് ദ പോളിയോ വൈറസ് വിൽ ഗെറ്റ് അഫക്റ്റഡ്. അതുകൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം. 3 മാർക്ക് അനായാസം നേടിത്തരുന്നൊരു ചോദ്യം. ഒബ്സർവ് ദ സെറ്റപ്പ് ഗിവൺ ഇൻ ദ ഫിഗർ, ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ ഒരു ഫിഗർ സെറ്റപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്ലാസ്ക് തന്നിട്ടുണ്ട്. ആ ഫ്ലാസ്ക് എ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാം ഷുഗർ സൊല്യൂഷൻ ആൻഡ് ഈസ്റ്റ് ഈസ് പ്രസൻറ്റ്. ഈസ്റ്റും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വാം ഷുഗർ സൊല്യൂഷൻ പ്ലസ് ഈസ്റ്റ്. ആൻഡ് സെക്കൻഡ് ബി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ട്യൂബാണ്. ആൻഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ലൈം വാട്ടർ, ദാറ്റ് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് പ്ലേസ്ഡ്. ഇതാണ് എക്സ്പെരിമെൻ്റ് സെറ്റപ്പ്. അത് നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായിട്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഹിയർ വി ആർ ആസ്ക്ഡ് ടു ഒബ്സർവ് ദ സെറ്റപ്പ്. ഒബ്സർവ് ചെയ്തു ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ഷുഗർ സൊല്യൂഷൻ ഇൻ എയിലെ ഷുഗർ സൊല്യൂഷനിൽ ഈസ്റ്റ് ഇടുമ്പോൾ അവിടെ ഫെർമെൻറ്റേഷൻ നടക്കും. എനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ അവിടെ റെസ്പിറേഷൻ നടക്കും. അതാണ് ഫെർമെൻറ്റേഷൻ. ആ ഫെർമെൻറ്റേഷൻ്റെ ഫലമായിട്ട് ഈ ഷുഗർ സൊല്യൂഷൻ ആൽക്കഹോളായിട്ട് മാറും. ആ സമയത്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. അതാണ് അവിടെ എൻ്റെ ആൻസർ പറയേണ്ടത്. ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് ഇൻ എ? അത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് CO2 ആണ്. സോ ബീൻ്റെ ആൻസർ നമുക്കറിയാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് വിൽ യു ഒബ്സർവ് ഇൻ ബി വെൻ ദ റിലീസ്ഡ് ഗ്യാസ് പാസസ് ത്രൂ ഇറ്റ്? അപ്പോൾ ബി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ ലൈം വാട്ടർ ആണുള്ളത്. അതിലേക്ക് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്യൂബിലൂടെ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ പാസ് ചെയ്ത് ഇതിനകത്തേക്ക് വരികയാണ്. ലൈം വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് വരുമ്പോൾ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അവിടെ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്നാണ് തേർഡിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഷുഗർ സൊല്യൂഷൻ കൺവേർട്ടഡ് ടു ആൽക്കഹോൾ ബൈ ഈസ്റ്റ്. Yeast will ferment the sugar solution to make alcohol and carbon dioxide. Then second question, the sugar is fermented by yeast. Alcohol and carbon dioxide is released. The gas released is CO2. Then as CO2 is passed through B, lime water turns milky. Clear? The next question, give reason for the following. Fresh milk is boiled before consumption. പ്രോസസ്ഡ് മിൽക്ക് നമുക്ക് ഡയറക്റ്റ്ലി ബോയിൽ ചെയ്താൽ കൺസ്യൂം ചെയ്യാം. പക്ഷേ ഫ്രഷ് മിൽക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബോയിൽ ചെയ്യണം. കാരണം ഫ്രഷ് മിൽക്കിൽ മൈക്രോബ്സ് ഉണ്ടാവും, ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഫ്രഷ് മിൽക്ക് ബോയിൽ ചെയ്യാതെ നമ്മൾ കഴിക്കരുത്.
ഇനി പാക്കറ്റ് മിൽക്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് നമുക്ക് ബോയിൽ ചെയ്ത് തന്നെ കഴിക്കാം. കാരണം അത് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായതാണ്. അപ്പോൾ അതാണ് നോക്കേണ്ടത്. ഫ്രഷ് മിൽക്ക് ബോയിൽ ചെയ്യണം ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് മൈക്രോബ് ദാറ്റ് ഈസ് ഹാംഫുൾ. ബോയിലിംഗ് വിൽ കിൽ ദോസ് മൈക്രോ ഓർഗാനിസംസ്. ഹാംഫുൾ ആയിട്ടുള്ള എല്ലാം ബോയിൽ ചെയ്യുമ്പോൾ നശിക്കും. ഫ്രഷ് മിൽക്ക് എന്തായാലും ബോയിൽ ചെയ്യണം. ഇനി പാസ്ചറൈസ്ഡ് മിൽക്കിൻ്റെ കേസിൽ നമുക്കറിയാം പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ലൂയിസ് പാസ്ചർ കൊണ്ടുവന്നതാണ്. അവിടെ നമ്മൾ ഈ പാൽ അല്ലെങ്കിൽ ആ ഫുഡ് ഐറ്റത്തെ ഹൈ ടെമ്പറേച്ചർ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ കുറവ് ടെമ്പറേച്ചർ, അതായത് ഏകദേശം 70 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു 30 സെക്കൻഡ് 15 മുതൽ ഒരു 30 സെക്കൻഡ് വരെ നമ്മൾ ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് റാപ്പിഡ് ചില്ല്, സഡൻ ചില്ല് ചെയ്ത് മൈക്രോബുകളെ കൊന്ന് ആ രീതിയിൽ പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ മൈക്രോബ്സ് എന്ത് നശിക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പാസ്ചറൈസ്ഡ് മിൽക്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. പാസ്ചറൈസേഷൻ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.